ഇല്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരുവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തനങ്ങളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പരിസേയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ചു വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കണ്ണിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. ലൂക്ക 19-ാം വാക്യത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 48. ചോദ്യം 2. യേശു ഏത് സ്ഥലത്തു കൂടെ പോയപ്പോഴാണ് സക്കേവൂസിനെ കണ്ടുമുട്ടിയത്? ഉത്തരം ജെറീക്കോ. 3-ാം ചോദ്യം, സക്കേവൂസ് ആരായിരുന്നു? ഉത്തരം ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ചോദ്യം 4. പൊക്കം കുറവായിരുന്നതിനാൽ എവിടെ നിന്നുകൊണ്ട് യേശു ആരെന്ന് കാണാൻ സക്കേവൂസിന് സാധ്യമായിരുന്നില്ല? ഉത്തരം ജനക്കൂട്ടത്തിൽ. ചോദ്യം 5. പൊക്കം കുറവായിരുന്നതിനാൽ യേശുവിനെ കാണാൻ കയറിയിരുന്ന മരം ഏത്? ഉത്തരം സിക്കമൂർ. ചോദ്യം 6. സക്കേവൂസ് യേശുവിനെ സ്വീകരിച്ചത് കണ്ടപ്പോൾ ജനക്കൂട്ടം പുറപ്പെടുത്തതെന്ത്? ഉത്തരം പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. ചോദ്യം 7. ലൂക്ക 19:8 പ്രകാരം സക്കേവൂസ് യേശു വിളിച്ചത് എങ്ങനെ? കർത്താവേ. ചോദ്യം 8. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്രയായി തിരിച്ചു കൊടുക്കാമെന്നാണ് സക്കേവൂസ് പറഞ്ഞത്? ഉത്തരം 4 ഇരട്ടിയായി. ചോദ്യം 9. ലൂക്ക 19:9 പ്രകാരം സക്കേവൂസിന്റെ ഭവനത്തിൽ വെച്ച് സക്കേവൂസ് ആരെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം അബ്രഹാത്തിന്റെ പുത്രൻ. ചോദ്യം 10. യേശു 10 നാണയത്തിന്റെ ഉപമ പറഞ്ഞത് എവിടെ വെച്ച്? ഉത്തരം ജെറുസലേമിന് സമീപം.